പ്രിയപ്പെട്ടവരെ, നൈറ്റ് വിജിൽ ശുശ്രൂഷ ഷാലോം ആരംഭിച്ചിട്ട് 27 വർഷങ്ങൾ കഴിയുകയാണ്. ഷാലോം ടെലിവിഷൻ ആരംഭിക്കുന്നതിനും 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചത്. ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ, ഷാലോമിൻ്റെ വായനക്കാർക്കും അഭ്യുദയകാംക്ഷികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെ മാറ്റിവെച്ചത്. പിന്നീട് TV ആരംഭിച്ചപ്പോൾ നമ്മൾ ടെലിവിഷനിലൂടെ നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഈ 27 വർഷങ്ങൾ കൊണ്ട് അനേക രാജ്യങ്ങളിലെ അനേക ആയിരം മനുഷ്യരുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ശക്തിയും കരുത്തും ഈ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. തകർന്നുപോയ അനേക ജീവിതങ്ങൾ, തളർന്നുപോയ അനേക ജീവിതങ്ങൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ സാക്ഷ്യങ്ങൾ ലോകത്തിൽ പല ഭാഗങ്ങളിലും ചെന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇല്ലാത്ത പഴയ കാലഘട്ടത്തിൽ ഈ ഷാലോം TV മാത്രമാണ് മലയാളികളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് സഹായിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് നൈറ്റ് വിജിൽ ദിവസങ്ങളിലൊക്കെ രാത്രികളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ TV സെറ്റിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ അയൽവക്കംകാരെല്ലാം കൂടി ഒരുമിച്ച് ഒരു TV സെറ്റിൻ്റെ മുമ്പിലിരുന്ന് നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൽ മുഴുവനും ഒരു വലിയ ആത്മീയ ഉണർവ് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ കിട്ടിയിട്ടുണ്ട്. രോഗികൾ ഒരുപാട് പേര് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. ദുബായിൽ ചെന്നപ്പോൾ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള 4ാം ക്ലാസ്സുകാരൻ പറഞ്ഞ സാക്ഷ്യമാണ്. അവൻ്റെ കാലിൽ ആണിരോഗമാണ്. ആണിരോഗത്തിൻ്റെ വളരെ ഭയങ്കരമായ വേദന കൊണ്ട് അവന് നടക്കാൻ പറ്റുന്നില്ല, കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 4 ദിവസമായി അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. കാല് നിലത്ത് തൊടുമ്പോൾ വേദന കൊണ്ട് പിളയുകയാണ്. അപ്പോൾ ഒടുവിൽ ഹോസ്പിറ്റലിൽ പോയി സർജറി നടത്തി ആ ആണി എടുത്തു കളയാം എന്ന തീരുമാനമെത്തി. അങ്ങനെ അടുത്ത ദിവസം സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനായിട്ടിരിക്കുകയാണ്. ആ ദിവസം രാത്രി, അന്ന് നൈറ്റ് വിജിൽ രാത്രിയായിരുന്നു. ആ വീട്ടുകാരെല്ലാം TV സെറ്റിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ച് കാലിൻ്റെ വേദന കൊണ്ട് നിലത്ത് TV സെറ്റിൻ്റെ മുമ്പിൽ നിലത്ത് കിടന്നാണ് TV-യിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധനയുടെ സമയത്ത് ഈ കുഞ്ഞ് ആരും പറയാതെ തന്നെ തൻ്റെ കാലെടുത്ത് ഈ TV സെറ്റിൻ്റെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഷാലോം TV-യിൽ ഈശോയെ എൻ്റെ വേദന എടുത്തു നിൽക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷങ്ങളിൽ ആ കുഞ്ഞിൻ്റെ ആണിരോഗം അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ സർജറിക്ക് പോകുന്നതിന് പകരം അവൻ സ്കൂളിൽ പോയി നടന്ന്. ഹല്ലേലൂയ. ഇത്തരത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഷാലോം നൈറ്റ് വിജിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അങ്കമാലിയിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്, അവർക്ക് 4 സഹോദരങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. നൈറ്റ് വിജിൽ ദിവസം ഈ 4 സഹോദരങ്ങളും കൂടി ഏതെങ്കിലും ഒരു സഹോദരൻ്റെ വീട്ടിൽ കയറും, ഒരുമിച്ച് പ്രാർത്ഥിക്കും. അടുത്ത നൈറ്റ് വിജിലിൽ അടുത്ത സഹോദരൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കും. അങ്ങനെ അവരുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായി. അതിലൂടെ അവരുടെ കുടുംബങ്ങളിൽ കൂടുതൽ ഐക്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയുണ്ടായി. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനുപരിയായി കഴിഞ്ഞ 27 വർഷങ്ങളിൽ ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ, മലയാളികളുടെ മാത്രമല്ല, ഈ ഭാഷ അറിയാൻ പാടില്ലാത്ത ആളുകൾ പോലും മലയാളികളായ സുഹൃത്തുക്കൾ പറഞ്ഞ് ഭാഷ അറിയില്ലെങ്കിലും ഇതിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഷാലോം നൈറ്റ് വിജിൽ. ഹല്ലേലൂയ. കേരള സഭയിൽ അന്ന് നൈറ്റ് വിജിൽ ജാഗരണ പ്രാർത്ഥന എന്നുള്ളത് പുതുമയായിരുന്ന ഒന്നായിരുന്നു. ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ദൈവം നമുക്ക് നൽകിയ ഒരു സന്ദേശമനുസരിച്ച് നമ്മളന്ന് ആരംഭിച്ചു. ഇന്ന് നമുക്കറിയാം ധാരാളം നൈറ്റ് വിജിൽ ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുവെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു ശുശ്രൂഷയാണെങ്കിൽ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക്
കൂടുതൽ പ്രത്യാശയോടുകൂടി നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് കർത്താവ് ധ്യാനത്തിനായി നമുക്ക് നൽകുന്ന ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതലുള്ള വചനങ്ങളാണ്. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ മുഴുവനും ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ആകുലപ്പെടേണ്ട എന്നുള്ള സന്ദേശങ്ങൾ ദൈവം മനുഷ്യന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരിതമാണ് ടെൻഷൻ. ഇന്ന് നമുക്കറിയാം, 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കാളേറെ ഇന്നത്തെ മനുഷ്യർ ടെൻഷൻ നിറഞ്ഞവരാ, ഉത്കണ്ഠ നിറഞ്ഞവരാ. ജീവിതത്തിൽ പുരോഗതി ഉണ്ടായി നമ്മൾ പറയുന്നു, സുഖസൗകര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസം കിട്ടി, സാമ്പത്തിക നേട്ടങ്ങളുണ്ടായി, ആരോഗ്യ മേഖലകളിൽ വികസനമുണ്ടായി. പക്ഷേ മനുഷ്യൻ്റെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഉത്കണ്ഠ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മേഖലകളിലും ജീവിക്കുന്ന എല്ലാ ടൈപ്പ് ആളുകളുടെയും ജീവിതത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ദൈവത്തെ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൻ്റെ ദുരിതമാണിത്. നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ ഇന്നത്തെ കൾച്ചറിൽ നിന്ന് ദൈവം അന്യമായി മാറി. ദൈവം അന്യമായി മാറിക്കൊണ്ടിരിക്കുന്തോറും നമ്മുടെ സമൂഹ ജീവിതം ടെൻഷൻ നിറഞ്ഞതായി മാറും. വ്യക്തികൾ ഉത്കണ്ഠ കൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അനേകർ ഉത്കണ്ഠപ്പെട്ട് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ജീവിക്കുന്നു. അനേകർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ടെൻഷൻ കൊണ്ട്, ആകുലത കൊണ്ട്, ഉത്കണ്ഠ കൊണ്ട് അവർക്ക് ഒരിക്കലും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അമിതമായ ഉത്കണ്ഠ കൊണ്ട് എത്രയോ പേര് രോഗികളായിട്ട് മാറുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലെ വലിയ ഒരു ദുരിതമാണ് ഈ ഉത്കണ്ഠ. അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ആകുലപ്പെടരുത്. പക്ഷെ ആകുലപ്പെടാതെ എന്തു ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും, നമ്മുടെ ജീവിതം മുഴുവനും അങ്ങനെ ഉത്കണ്ഠപ്പെടാതെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് നമ്മുടേത്. പക്ഷെ അതിൻ്റെ നടുവിലും ഉത്കണ്ഠയെ കീഴടക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ്. ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ഒരു മാർഗം ദൈവം പറഞ്ഞു തരികയാണ്. എന്താണ് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. ബാക്കിയെല്ലാം ദൈവം ക്രമീകരിക്കും. ദൈവം ഉറപ്പു തരികയാണ്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കരുത് മക്കളെ എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുതെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആകുലപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ദൈവരാജ്യം അന്വേഷിക്കുന്നത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടെൻഷനുള്ളവരായിട്ട് മാറും. ദൈവരാജ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഹൃദയത്തിലാണ്. മനുഷ്യരുടെ ഹൃദയമാണ് ദൈവരാജ്യം. അപ്പം രാജ്യം എന്ന് പറഞ്ഞാൽ രാജാവുള്ള, രാജാവ് ഭരിക്കുന്ന പ്രദേശത്തിനാണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് രാജാവിൻ്റെ ഹിതമാണ് നടപ്പിലാകേണ്ടത്. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഭരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെട്ടു വരുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള വഴി ഹൃദയത്തിൽ രാജാവായി ദൈവം കടന്നു വരിക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ കൺട്രോള് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യർക്കാണ് ഉത്കണ്ഠയില്ലാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ കൺട്രോൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവപരിപാലന ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ബൈബിൾ ഭാഗത്തിൽ തലക്കെട്ട് തന്നെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിപാലന ദൈവമക്കൾക്ക് അവകാശപ്പെട്ടതാണ്.
ദൈവമക്കളുടെ കാര്യങ്ങളെല്ലാം ദൈവപിതാവ് നടത്തിക്കൊടുക്കും. നമ്മളത് വിശ്വസിക്കണം. പക്ഷേ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചിട്ട്, എൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ചും ജീവിച്ചിട്ട് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിൻ്റെ പരിപാലന നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല. എവിടെയെങ്കിലും ജീവിതത്തിൽ ദൈവപരിപാലന അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. നമ്മൾ ഓർക്കണം, ദൈവം എപ്പോഴും അനുഗ്രഹിക്കാൻ തയ്യാറാണ്, പ്രാർത്ഥന കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിപാലന ദൈവമക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ദൈവമക്കൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവരാജ്യം അന്വേഷിക്കുന്നവരായിട്ട് മാറണം. ദൈവരാജ്യത്തിൽ ജീവിക്കണം. അവരുടെ കർത്താവ്, അവരുടെ നാഥൻ, അവൻ്റെ നിയന്ത്രിതാവ് ദൈവമായിട്ട് മാറുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പരിപാലനയുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഒരു യഹൂദ സിനഗോഗിൽ പുതുതായിട്ട് റബ്ബി ചാർജ് എടുത്തു. റബ്ബി ഒരു കാര്യം ശ്രദ്ധിച്ചു. തൻ്റെ സിനഗോഗിലെ അംഗമായ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് പറ്റിയില്ല. സിനഗോഗിലെ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി പുറപ്പെടും, ആരോടും മിണ്ടാൻ നിൽക്കുകയില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വഴിയിൽ വെച്ച് ഈ റബ്ബി ഈ മനുഷ്യനെ കണ്ടുമുട്ടി. അപ്പോൾ മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ റബ്ബി ചോദിച്ചു, ഞാൻ താങ്കളെ ഒന്ന് കാണാനായിട്ട് എത്രയോ കാലമായി ശ്രമിക്കുന്നു, താങ്കൾ എപ്പോഴും തിരക്ക് പിടിച്ചുള്ള യാത്രയിലാണല്ലോ, എന്താ ഈ തിരക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ റബ്ബിയോട് ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, അതേ റബ്ബി, പഴയ കാലമൊന്നുമല്ല ഈ കാലം. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ജീവിച്ചാൽ ശരിയാകുകയില്ല. തിരക്ക് പിടിച്ച് ഓടിയാലേ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ റബ്ബി അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഒരൊറ്റ കണ്ടീഷനിൽ. ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കണം, അത് കിട്ടണമെങ്കിൽ. എന്നാൽ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ പിന്നാലെയാണ് വരുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ ഓടുന്തോറും നന്മകളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് 23-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ആ റബ്ബി ഇദ്ദേഹത്തെ പഠിപ്പിച്ചു. 23-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് ടെൻഷനില്ല, കാരണം ദൈവമാണ് എന്നെ നയിക്കുന്നത്. എന്നിട്ട് 6-ാമത്തെ വചനം പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, എന്നെ ഫോളോ ചെയ്യും. ദൈവത്തിൻ്റെ നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്നാണ് പറയുന്നത്, എൻ്റെ പുറകിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി പരക്കം പായേണ്ട കാര്യമില്ല. ദൈവാനുഗ്രഹം അവൻ പോകുന്നിടത്തേക്ക് ദൈവം എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, തൻ്റെ ലീഡർഷിപ്പ് അംഗീകരിക്കുന്നവർക്ക്, തൻ്റെ നായകത്വം അംഗീകരിക്കുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള ഇടങ്ങളിൽ ഒരുക്കി കൊടുക്കുകയാണ്. ദൈവമാണ് ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവമാണ് അനുഗ്രഹങ്ങൾ, കൃപ, നന്മ ഇതെല്ലാം ദൈവത്താൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ദൈവം തന്നെ കൂട്ടിച്ചേർത്ത് തരും. നമ്മൾ പരക്കം പായേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ്? ദൈവഹിതം അന്വേഷിക്കാൻ, ദൈവരാജ്യം അന്വേഷിക്കാൻ, ദൈവത്തിൻ്റെ നീതി, അതിനുവേണ്ടി 1-ാം സ്ഥാനം കൊടുത്ത് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിലൂടെ അത്യുന്നതനായ കർത്താവ് നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കും. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം, ഈ ഒരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ കുഞ്ഞുങ്ങളെ കരുതും, എൻ്റെ ഭാവിയെ സംരക്ഷിക്കും. ഈ ഉറപ്പ് നമുക്കില്ല എങ്കിൽ നമുക്ക് ഈ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. ഒത്തിരിയേറെ പേർക്ക് ഭാവിയെക്കുറിച്ച് പ്രത്യാശിക്കാനായിട്ട് സാധിക്കുന്നില്ല.
മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഒരു എത്തും പിടുത്തവും കിട്ടാറില്ല. പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ആകുലത വന്നു പോകും. മനുഷ്യ സഹജമാണിത്. എന്നാൽ ഈ മാനുഷികമായ ചിന്തകൾക്ക് ഉപരിയായി നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മുടെ ദൈവമെന്ന് പറയുന്നത് ഇന്നലകളിൽ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, നമ്മുടെ ഭാവിയുടെയും ദൈവമാണ്. നമ്മുടെ ഭാവിയിൽ നമ്മളെ കാത്ത് നമ്മുടെ കർത്താവ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ദൈവം യുഗങ്ങളുടെ രാജാവാണ്, നിത്യനായ പിതാവാണ്. അവൻ വരാനിരിക്കുന്നവനാണ്. ഇന്ന് അവൻ്റെ ആധിപത്യം തീരുന്നില്ല ഇന്നത്തോടുകൂടി. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ നാളുകൾ, എൻ്റെ ഭാവി, എൻ്റെ വാർദ്ധക്യം എല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് പരിഭ്രമിക്കാതെ പരിഭ്രാന്തരാകാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഈ കർത്തൃത്വം നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെടുമ്പോൾ, ദൈവമാണ് സകലതിനെയും നയിക്കുന്നതെന്ന്, ഭരിക്കുന്നതെന്ന്, സംവിധാനം ചെയ്യുന്നതെന്ന് ഉള്ള ബോധ്യം നമുക്കില്ലാതെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ കൊണ്ട്, എത്ര ആത്മീയമായി വളർന്നാലും ശരി, ടെൻഷൻ കൊണ്ട് നമ്മൾ തളരും. എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഓർക്കുകയാണ്. ഈ ഷാലോം ആരംഭം കൊണ്ടത് ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ബാങ്ക് ജോലിയുമായിട്ട് ഒരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ വാടക വീട്ടിൻ്റെ ഉള്ളിൽ ഏതാനും സുഹൃത്തുക്കൾ ഒരുമിച്ച് സ്വകാര്യതയിൽ ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ് ഷാലോം. ആരുമറിയാതെ ഞങ്ങൾ ചുരുങ്ങിയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ രോഗശാന്തിയും മറ്റനുഭവങ്ങളൊക്കെ ഉണ്ടായി. ആളുകൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞ് ആ വീട്ടിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. ഒടുവിൽ വീടിനകത്തും വീടിൻ്റെ മുറ്റത്തുമൊക്കെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. എന്തു ചെയ്യും? ഒരൊറ്റ ക്രൈസ്തവ കുടുംബങ്ങളും ഇല്ലാത്ത ഒരു ഗ്രാമം, പള്ളിയില്ല, കോൺവെൻറ്റില്ല, യാതൊന്നുമില്ലാത്ത സ്ഥലം. ഞാൻ അന്യനാട്ടുകാരൻ, അവിടെ ജോലി സംബന്ധമായി വന്ന് ഒരു വാടക വീട്ടിൽ ജീവിക്കുന്നു. അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ആളുകൾ കൂടി വീടിന് ചുറ്റും ആളുകൾ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേട് പോലെ തോന്നി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കിട്ടിയാൽ കൊള്ളാമെന്നായി. പക്ഷെ ഓരോ ആഴ്ച കഴിയുമ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓടിക്കൂടാൻ തുടങ്ങി. ഒടുവിൽ വീട്ടിലും പരിസരത്തുമൊക്കെ ആളുകൾ കൊള്ളാതായപ്പോൾ അടുത്തുള്ള ഹൈന്ദവ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിലേക്ക് പ്രാർത്ഥന മാറ്റി. അപ്പോഴും ഇതിൻ്റെ ഭാരം കൊണ്ട് മനസ്സ് തളർന്നു. ഇതിങ്ങനെ വളർന്നു പോയാൽ എന്തു ചെയ്യും? ഇതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കും? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഈ വരുന്ന ആളുകൾക്കുള്ള ഒരു പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അങ്ങനെ ടെൻഷൻ പഠിച്ച് ഇതെങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒന്ന് നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഞാനിങ്ങനെ വിഷമിച്ച ഒരു രാത്രി. അങ്ങനെ ചിന്തിച്ച് ഉറക്കമില്ലാതെ ഞാനിങ്ങനെ കിടന്നു. ആ സമയത്ത് ഞാനൊരു മയക്കത്തിലേക്ക് വീണു. മയക്കത്തിൽ സ്വപ്നത്തിൽ കർത്താവ് എൻ്റെ അടുത്തേക്ക് വരികയാണ്. സ്വപ്നത്തിൽ ഈശോ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് കുറേ സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ ആയിട്ട് പ്രകടിപ്പിച്ചു. ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ വന്ന ഞാൻ എന്ത് ചെയ്യാനാ? എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്വപ്നത്തിൽ കർത്താവിനോട് പരാതി പറയുകയാണ്. അപ്പോൾ കർത്താവ് വളരെ ശാന്തഗംഭീരമായ സ്വരത്തിൽ എന്നോട് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ പ്രശ്നം എന്താണ്? ഈ മനുഷ്യരിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ആളുകളുടെ എണ്ണം കൂടുന്നു, ഇവരെ താങ്ങാൻ, ഇവരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഇതാണ് എൻ്റെ ഭാരം. അപ്പോൾ കർത്താവ് എന്നോട് തിരിച്ച് ചോദിച്ചു, ഈ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയത് ആരാ? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തിട്ടില്ല ആൾ കൂടാനായിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ഇത് കർത്താവിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ഇങ്ങനെ ആൾ കൂടുകയില്ല. അപ്പം ഞാൻ കർത്താവിനോട്, കർത്താവേ, ഇത് നീ തന്നെയാണ് ഈ ആളുകളെ വിളിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞു. ഞാനാണ് ഈ മനുഷ്യരെല്ലാം ഇവിടേക്ക് വിളിച്ചു ചേർത്തതെങ്കിൽ ഇവരുടെ കാര്യം നോക്കാൻ എനിക്ക് കഴിവില്ലേ? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ് എന്ന് കർത്താവ് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഇതാണ് എൻ്റെ സ്വപ്നം. ഈ സ്വപ്നത്തിലൂടെ എനിക്ക് വലിയൊരു ഹീലിംഗ് കിട്ടി. ദിവസങ്ങളായി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഓർത്ത് ഭാരപ്പെട്ടിരുന്ന എനിക്ക് വലിയൊരു ഉറപ്പായി, ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവം വേണ്ടത് ചെയ്തുകൊള്ളും. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുളത്തുവയലിൽ ബഹുമാനപ്പെട്ട
വർക്കിയച്ഛൻ്റെ നേതൃത്വത്തിലുള്ള NRC ഗ്രൗണ്ടിലേക്ക് മാറ്റുകയും പിൽക്കാലത്ത് അച്ഛൻ്റെ പരിപാലനയിലൂടെ അത് വളർന്നു വരികയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവം നയിച്ചു, അത് ഇങ്ങനെ വളർന്ന് മനോഹരമായിട്ട് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു. ഇത് എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയെ എൻ്റേതായി ഞാൻ കരുതിയപ്പോഴാണ് ഞാൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയത്. ഇത് എൻ്റെ ഒരു സ്വകാര്യ സംഭവമായി മാറിയപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റാണ്ടായി. ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ സമാധാനമുള്ളവരായിരുന്നു. അപ്പോൾ ഓണർഷിപ്പ് മാറുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളുടെ ഓണർഷിപ്പ് നമ്മൾ ദൈവത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ തലയിൽ വെക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ കൊണ്ട് തളരുന്നത്. എപ്പോഴും ഓർക്കണം, ഒരു വിശ്വാസിയുടെ ജീവിതം അത് ദൈവത്തിൻ്റേതാണ്. കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാഥൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചിലർക്ക് മക്കളെക്കുറിച്ചായിരിക്കും ആദ്യം. മാതാപിതാക്കൾ എന്ന നിലയിൽ ആദ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകാം. അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും അവർ രക്ഷപ്പെടാത്ത അവസ്ഥകളുണ്ടാകാം. ചിലപ്പോൾ അവർ വഴിതെറ്റി ജീവിക്കുന്നതിൻ്റെ നൊമ്പരങ്ങളുണ്ടാകാം. അപ്പോഴും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ നിന്ന് വിട്ടുപോയാൽ പോലും ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് അവർ ഒരിക്കലും കൈവിട്ടു പോകുന്നില്ല. ഹല്ലേലൂയ. ഈ ഒരു സത്യം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് തിരിച്ചറിയേണ്ട സമയം, നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ്. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനുള്ള കരുതലിനേക്കാൾ കൂടുതൽ കരുതലൊന്നും നമുക്കില്ല. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളെക്കാളേറെ നമ്മളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നന്മയാഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഭാരം കുറയും. വിശുദ്ധ മോണിക്കയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. നമുക്കറിയാം, മാനസാന്തരപ്പെടാത്ത വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അഗസ്റ്റിൻ വഴിതെറ്റി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു നമുക്കറിയാം. അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ വിശുദ്ധ മോണിക്ക ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അഗസ്റ്റിൻ അത്തരത്തിലൊക്കെ ജീവിക്കുമ്പോഴും അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവുമേറെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വ്യക്തി അമ്മ തന്നെയായിരുന്നു. അല്പമെങ്കിലും ആദരവും സ്വാധീനമൊക്കെ അഗസ്റ്റിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ അമ്മയ്ക്ക് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന നാളുകളിലാണ് അമ്മ ഒരു വാർത്ത അറിഞ്ഞത്. അഗസ്റ്റിൻ നാട് വിടാൻ പോവുകയാണ്. കാർത്തേജ് വിട്ട് റോമിലേക്ക് പോകാൻ പോകും. ഇതറിഞ്ഞപ്പോൾ മോണിക്ക പുണ്യവതിക്ക് ആകെ ബേജാറായി. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ താമസിക്കുമ്പോൾ തന്നെ അവൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. എൻ്റെ സാന്നിധ്യവും കൂടി ഇല്ലാതായി കഴിയുമ്പോൾ, എൻ്റെ പിടി വിട്ടുപോയി കഴിയുമ്പോൾ പിന്നെ അഗസ്റ്റിൻ്റെ ജീവിതം ഒരിക്കലും തിരിച്ചു വരികയില്ലാത്ത വിധത്തിൽ നശിച്ചു പോകാം. അതൊരിക്കലും സംഭവിക്കരുത്. അവൻ നശിച്ചു പോകരുത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് അഗസ്റ്റിൻ വിട്ടുപോകാതിരിക്കണം. അതുകൊണ്ട് അഗസ്റ്റിൻ്റെ നാട് വിടാനുള്ള പദ്ധതി പൊളിക്കാൻ വേണ്ടി മോണിക്ക പുണ്യവതി ഒരു നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു. കാർത്തേജിലുള്ള വിശുദ്ധ സിപ്രിയാൻ്റെ കബറിടത്തിൽ ഒരു രാത്രി മുഴുവനും ഉറക്കമിളച്ച് മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? മകൻ അഗസ്റ്റിൻ നാട് വിട്ടു പോകരുത്, അമ്മയുടെ അടുത്ത് തന്നെ ജീവിക്കണം. അവൻ നാട് വിട്ടാൽ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ രാത്രി മുഴുവനും മോണിക്ക പുണ്യവതി സിപ്രിയാൻ്റെ കബറിടത്തിൽ കണ്ണുനീരോടുകൂടി മകന് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ വിശുദ്ധ സിപ്രിയാൻ്റെ മധ്യസ്ഥതയിൽ ദൈവം ഒരു അത്ഭുതമൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതി തിരിച്ച് വീട്ടിലെത്തിയ മോണിക്ക പുണ്യവതിയുടെ ഹൃദയം തകർക്കുന്ന വാർത്തയാണ് കേട്ടത്. മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അതേ രാത്രിയിൽ തന്നെ അമ്മയെ അറിയിക്കാതെ മകൻ അഗസ്റ്റിൻ കപ്പൽ കയറി നാട് വിട്ടു. നോർത്തു നോക്കുക, രാത്രി മുഴുവൻ ഒരമ്മ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. സാധാരണ അമ്മയല്ല, വിശുദ്ധിയായ അമ്മയാണ്. എന്നിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്. അവളുടെ ഹൃദയം തകർന്നുപോയി.
എന്നാൽ നമുക്കിന്നറിയാൻ സാധിക്കും, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഉത്തരം തന്നെയായിരുന്നു റോമിലേക്കുള്ള അഗസ്റ്റിൻ്റെ ഒളിച്ചോട്ടം. അമ്മയുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? അഗസ്റ്റിൻ്റെ മാനസാന്തരം. അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴി തന്നെയായിരുന്നു അത്. അങ്ങനെ റോമിലേക്ക് കപ്പൽ കയറിപ്പോയ അഗസ്റ്റിൻ പിന്നീട് മിലാനിലെത്തി വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം കേട്ടാണ് മാനസാന്തരപ്പെട്ടത്. അപ്പോൾ അമ്മ യഥാർത്ഥത്തിൽ എന്തോ ആഗ്രഹിച്ചോ അത് ദൈവം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുക്കിയ സ്ഥലം മിലാനായിരുന്നു. വിശുദ്ധ അംബ്രോസിലൂടെയായിരുന്നു സംഭവിക്കേണ്ടത്, അമ്മയിലൂടെ ആയിരുന്നില്ല. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയുടെ ഉത്തരം മറ്റൊരു രീതിയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ചില പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ആഗ്രഹിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഉത്തരം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അപ്പോഴും നിരാശപ്പെട്ടു പോകരുത്. അപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകെ പോയിട്ടില്ല, അപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുന്നില്ല. എൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ശാന്തത കൈവിടാതെ ടെൻഷനടിക്കാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ജീവിതമെന്നും ലോകമെന്നുമുള്ള ആ ഉറപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മളുടെ ബിസിനസ്സാണെങ്കിലും കൃഷിയാണെങ്കിലും പ്രവർത്തന മേഖലകളാണെങ്കിലും ഇതെല്ലാം എൻ്റേതെന്നുള്ള ചിന്ത വരും തോറും ടെൻഷൻ കൂടും. എല്ലാം ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരായി മാറുമ്പോഴാണ് ടെൻഷൻ കുറച്ച് നമുക്ക് ശാന്തതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എപ്പോഴും എല്ലാത്തിൻ്റെയും കർത്തൃത്വം ദൈവത്തിന് കൊടുക്കണം, ഓണർഷിപ്പ് ദൈവത്തിന് കൊടുക്കണം, അധികാരം ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശാന്തത കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും പരിഭ്രാന്തിയിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം ഈ ദൈവത്തിൽ നിന്നും നമ്മുടെ നോട്ടം പിൻവലിക്കുന്നതാണ്. മറ്റൊരു സംഭവം ഓർക്കുന്നു. ഷാലോൺ ടെലിവിഷൻ 2004 സെപ്റ്റംബർ മാസത്തിൽ അത് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് അതിന് കിട്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന്. ചാനൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകളും റെഡിയായി. ഇനി ഉദ്ഘാടനം പ്രഖ്യാപിച്ചാൽ മതി, പ്രവർത്തനം ആരംഭിച്ചാൽ മതി. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഷാലോമിൻ്റെ സാമ്പത്തിക നില വളരെ പരുങ്ങലായിപ്പോയി. സെപ്റ്റംബർ മാസത്തിൽ ഷാലോമിൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് 80,000 രൂപയാണ്. 80,000 രൂപ അക്കൗണ്ട് ബാലൻസും വെച്ചുകൊണ്ട് എങ്ങനെ ഒരു TV ചാനൽ തുടങ്ങാൻ പറ്റും? അതുകൊണ്ട് അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ വിദഗ്ധരായ മനുഷ്യർ പറഞ്ഞു, ഒരു 3 മാസമെങ്കിലും TV ചാനൽ റൺ ചെയ്യാനുള്ള പണം സ്വരൂപിച്ചതിന് ശേഷം നമുക്ക് ചാനലിൻ്റെ ഉദ്ഘാടന ദിവസം പ്രഖ്യാപിക്കാം. അങ്ങനെ 3 മാസത്തോളം കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 3 മാസം ചാനൽ റൺ ചെയ്യാനുള്ള പണം സമാഹരിക്കാൻ വേണ്ടി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധി കൂടിക്കൊണ്ടേയിരുന്നു. പണമില്ലാതെ ചാനൽ ഉദ്ഘാടനം ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പണമില്ലാത്തതുകൊണ്ട് ചാനൽ വീണ്ടും അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ നാണക്കേടാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ ഒരു 3 മാസത്തേക്കെങ്കിലും പിടിച്ചു വെക്കണം. ഈ 3 മാസം ഓടിച്ചിട്ട് പൂട്ടിയാലും പിന്നെയും പ്രശ്നമില്ല. ഇതാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 മാസം കാത്തിരുന്നിട്ടും സാമ്പത്തിക മേഖല ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെടുന്നില്ല. അങ്ങനെ ആകെ ടെൻഷനായി. കാരണം എന്താണ്? ഇത്രയും കഷ്ടപ്പെട്ട് ഒരു TV ചാനലിന് വേണ്ടി എല്ലാം ഒരുക്കി, പക്ഷേ ഉദ്ഘാടനത്തിന് സമയമായപ്പോൾ പണമില്ലാത്തത് കൊണ്ട് ദൈവപരിപാലനം അനുഭവിക്കാൻ പറ്റാതെ അത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം വലിയൊരു വിഷമമാണ്. അങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു രാത്രിയിലാണ് എനിക്ക് ബോധമുണ്ടായത്. കർത്താവ് ചോദിക്കുകയാണ്, പണം കയ്യിൽ വെച്ചുകൊണ്ടാണോ നീ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? പണം കയ്യിൽ വെച്ചുകൊണ്ടാണോ നീ സ്റ്റുഡിയോ നിർമ്മാണം നടത്തിയത്? പണം കയ്യിൽ വെച്ചുകൊണ്ടാണോ അനൗൺസ്മെൻറ്റ് നടത്തിയത്? ഇങ്ങനെ കുറേ ചോദ്യം കർത്താവ് ഒരു ദിവസം എന്നോട് ചോദിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധോദയമുണ്ടായി. കാരണം എന്താണ്? ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിശ്വാസത്തിൽ ആരംഭിച്ച് പണമില്ലാതെയാണ് ഇത് ആരംഭം കുറിച്ചത്.
അതിൻ്റെ ഓരോ ഘട്ടത്തിലും അന്നുള്ള അപ്പം ആണ് ദൈവം തന്നിട്ടുള്ളത്. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരബദ്ധം ഞാൻ കാണിച്ചു. ഞാൻ ദൈവത്തിലേക്ക് നോക്കുന്നതിന് പകരം ദൈവപരിപാലനയിലേക്ക് നോക്കുന്നതിന് പകരം ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കി. ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഉത്കണ്ഠയായി, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്ക് ആത്മധൈര്യമില്ലാതായി. അങ്ങനെ ചാനലിൻ്റെ ഉദ്ഘാടനം അനേക മാസങ്ങൾ മാറ്റി വെക്കേണ്ട വന്നു. കർത്താവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പണമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ വീണ്ടും പണം വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് അബദ്ധം പറ്റിയത്? കർത്താവിൽ നിന്ന് നോട്ടം പിൻവലിച്ചു, ബാങ്ക് അക്കൗണ്ടിലേക്ക് നോട്ടം. ഇന്ന് നോക്കണം, 18 വർഷം കഴിഞ്ഞു. എത്രയോ ലക്ഷം രൂപയുണ്ടെങ്കിലാണ് ഒരു മാസം ഈ ശുശ്രൂഷ നിലനിൽക്കുക. ഒരിക്കൽ പോലും 2 മാസത്തേക്കുള്ള പണം ശാലോമിന് കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും 3 മാസം TV റൺ ചെയ്യാനുള്ള പണം ശാലോമിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടില്ല. അന്നത്തേതുപോലെ തന്നെ ഇന്നും അന്നത്തെ അപ്പം നൽകി ദൈവം മനോഹരമായി പരിപാലിക്കുന്നു. 18 വർഷം ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. അവനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നോട്ടം തെറ്റിപ്പോയവരുടെ ദുരിതമാണ് ഉത്കണ്ഠ. ദൈവത്തെ നോക്കി ജീവിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടും മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങളെ നോക്കിക്കൊണ്ടും ജീവിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ മേഖലയിലുള്ള വിദഗ്ധരാണ് എനിക്ക് ഉപദേശം തന്നത്, 3 മാസത്തെ വർക്കിംഗ് ക്യാപിറ്റലെങ്കിലും കയ്യിലില്ലാതെ ഉദ്ഘാടനം തുടങ്ങരുത് എന്നും. ഞാൻ അവരെയാണ് വിശ്വസിച്ചത്. എന്നാൽ ഒരു ക്യാപിറ്റലും ഇല്ലാതെ ഇത് തുടങ്ങാൻ പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നോട്ടം തെറ്റിപ്പോയി. ഉത്കണ്ഠ കൊണ്ട് നിറഞ്ഞ മനസ്സ് ഉള്ളവർ ഈ രാത്രിയിൽ ചിന്തിച്ചു നോക്കുക. ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറി സാഹചര്യങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് നോട്ടം വഴിമാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി തിരിച്ചു നോക്കാനുള്ള രാത്രിയാണ്. ദൈവത്തിലേക്ക് മനസ്സ് ഉയർത്താൻ വേണ്ടിയുള്ള രാത്രിയാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള ബോധ്യം കിട്ടും, ശക്തി കിട്ടും, കറക്റ്റ് കിട്ടും. അപ്പോൾ കർത്താവ് വലിയവനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അമേരിക്കയിലെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ഫ്രെഡറിക് ഡഗ്ലസ്. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ അനേക നാളുകളിൽ പരിശ്രമിച്ചിട്ടും മാറ്റങ്ങളൊന്നുമില്ല. കറുത്ത വർഗ്ഗക്കാർക്ക് വെള്ളക്കാരോടൊന്നിച്ചുള്ള ആ സമത്വത്തിലേക്ക് ഒരിക്കലും നടന്നെടുക്കാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനാകെ ഒരു നിരാശയായി. ഒരു ദിവസം ഈ കറുത്ത വംശത്തിൽപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു രഹസ്യ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ഫ്രെഡറിക് ഡഗ്ലസ് എഴുന്നേറ്റ് നിന്ന് നിരാശയോടെ പറഞ്ഞു, ഗവൺമെൻറ്റുകൾ നമുക്കെതിരാണ്, ഈ കാലഘട്ടത്തിൻ്റെ അടിയൊഴുക്കുകൾ നമുക്കെതിരാണ്, ഭൂരിപക്ഷം മനുഷ്യരും നമുക്കെതിരാണ്. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർക്ക് ഇനി പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന്. നിരാശയോടെ ആ മനുഷ്യൻ അത് പറഞ്ഞ് തളർന്ന് തൻ്റെ സീറ്റിലിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് ഫെഡറിക്കിനോട് ചോദിച്ചു, അപ്പോൾ നമ്മുടെ ദൈവം മരിച്ചു പോയോ ഫെഡറിക്കേ എന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഫെഡറിക്കിൻ്റെ നിരാശ മാറി. സാഹചര്യങ്ങൾ എതിരാണ്, ഗവൺമെൻറ്റുകൾ എതിരാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഫെഡറിക്കിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ദൈവം മരിച്ചു പോയോ എന്ന്. നമ്മുടെ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമുക്കെതിരാണെങ്കിലും, വ്യക്തികൾ നമുക്കെതിരാണെങ്കിലും, ജനാഭിപ്രായം നമുക്കെതിരാണെങ്കിലും, നമ്മൾ ദുർബലരാണെങ്കിലും നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് ഏത് പ്രതികൂല ചുറ്റുപാടുകളിലും മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും എന്നുള്ളത് തീർച്ചയാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യമില്ലെങ്കിൽ ദൈവം മതിയായവനാണെന്നും ദൈവമാണ് സകലത്തിൻ്റെയും നാഥനെന്നും ദൈവമെല്ലാം കരുതുമെന്നുള്ള ആ ഉറപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും ടെൻഷൻ കൊണ്ട് നിറഞ്ഞ് തളർന്നു പോകും. ഇപ്പോൾ ഉദാഹരണത്തിന്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പെൺകുട്ടി ചിന്തിച്ചു നോക്കുക. അവൾ വിചാരിക്കുകയാണ്, എൻ്റെ സൗന്ദര്യം,
എൻ്റെ ജോലി, എൻ്റെ കുടുംബം, ഈ പശ്ചാത്തലങ്ങളെയൊക്കെ നോക്കി അവിടെയൊക്കെയുള്ള കുറവുകളുടെ പേരിൽ ഭാവിയെക്കുറിച്ച് നല്ലൊരു വിവാഹ ആലോചന വരുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് കഴിയുമ്പോഴേക്കും സ്വാഭാവികമാണത്. എന്നാൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? എനിക്ക് ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി തരുന്നത് എൻ്റെ ജോലിയല്ല, എൻ്റെ സൗന്ദര്യമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. ആ ബോധ്യം ഉണ്ടാകണം, ആ വിശ്വാസം ഉണ്ടാകണം. എൻ്റെ ദൈവമാണ് എനിക്കൊരു ജീവിത പങ്കാളിയെ തരുന്നതെങ്കിൽ, എൻ്റെ ദൈവമാണ് എൻ്റെ മക്കൾക്കൊരു ജീവിത പങ്കാളി ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ, എൻ്റെ ഇല്ലായ്മകൾ എന്നെ തളർത്തിക്കളയുകയില്ല, എൻ്റെ കുറവുകൾ എന്നെ ഭാരപ്പെടുത്തുകയില്ല. ദൈവം ഏറ്റവും അനുയോജ്യമായത് ഏറ്റവും നല്ല സമയത്ത് ഒരുക്കിത്തരുമെന്നുള്ള ആ ബോധ്യം അവനെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ നോക്കാനായിട്ട് പഠിക്കണം. ദൈവം സകലത്തിനും മതിയാവണം. നമുക്കറിയാം, പത്രോസ് ഗലീലാക്കടലിൽ മുങ്ങിത്താണ് പോയത് നോട്ടം പിഴച്ചതുകൊണ്ടാണ്, കർത്താവിൽ നിന്ന് നോട്ടം മാറിയതുകൊണ്ടാണ്, തിരമാലകളിലേക്ക് നോക്കിയതുകൊണ്ടാണ്. നമ്മൾ ആളുകൾ പറയുന്നതിലേക്കും നാട്ടുകാർ പറയുന്നതിലേക്കും അതുപോലെ തന്നെ ലോകം പറയുന്നതിലേക്കൊക്കെ അറിയാതെ നോക്കിപ്പോകും. നമുക്കന്നേരം രക്ഷയില്ല എന്ന് തോന്നും. കർത്താവിലേക്ക് നോക്കാൻ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കേൾക്കുമ്പോൾ വളരെ രസകരമാണ്, എപ്പോഴും ദൈവത്തിലേക്ക് നോക്കുക എന്നുള്ളത്. സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, ദൈവത്തെ നോക്കിയവരുടെ എല്ലാം ജീവിതം ശോഭനമായി തീർന്നു എന്ന്. പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല എപ്പോഴും ഈ ദൈവത്തെ നോക്കുക എന്നുള്ളത്. കാരണം എന്താണ്? നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. യാത്രയ്ക്കിടയിൽ പല സ്ഥലങ്ങളിലും വിശാലമായ സൂര്യകാന്തി പാടങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം സൂര്യകാന്തി ചെടികൾ. ഈ സൂര്യകാന്തി ചെടികളെല്ലാം ഒരേ ലൈനിലായിരിക്കും നട്ടിരിക്കുന്നത്. സൂര്യകാന്തി പുഷ്പങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതെപ്പോഴും സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. സൂര്യൻ്റെ അതേ ദിശയിലേക്കായിരിക്കും ഈ പൂക്കൾ ചെരിഞ്ഞിരിക്കുക. ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്കായിരിക്കും പൂക്കൾ. വൈകുന്നേരം ആകുമ്പോഴേക്കും സൂര്യാസ്തമയ സമയത്ത് ആകുമ്പോഴത്തേക്കും ആ സൂര്യാസ്തമയത്തിൻ്റെ ആ ദിശയിലേക്ക് ഈ സൂര്യകാന്തി പുഷ്പം ചെരിഞ്ഞിരിക്കും. അപ്പോൾ ഒരേ ദിശയിൽ വലിയ ഒരു പാടത്തുള്ള മുഴുവൻ ചെടികളും ഇങ്ങനെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അവിടെ പക്ഷേ ചില ഇടങ്ങളിൽ ഈ നിര തെറ്റി സൂര്യനെ നോക്കാതെ വേറിട്ട് നിൽക്കുന്ന ചുരുക്കം ചില സൂര്യകാന്തി പൂക്കൾ കാണാം. എല്ലാ സൂര്യകാന്തി പൂക്കളും സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ ആ സൂര്യകാന്തി പാടത്തിലെ എല്ലാ ലൈനുകളിലും തന്നെ ചുരുക്കം ചില ചെടികളുടെ സൂര്യകാന്തി ഡയറക്ഷൻ മാറി നിൽക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ആ സൂര്യകാന്തി ചെടിയുടെ തണ്ടിന് എന്തെങ്കിലും കേടുണ്ട്, പുഴുക്കൾ പിടിച്ചിട്ടുണ്ട്, പഴുപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള തണ്ടാണ് എങ്കിൽ ആ തണ്ടിൻ്റെ അറ്റത്തുള്ള സൂര്യകാന്തിക്ക് സൂര്യൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചലിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പുഴുക്കുത്തുള്ള, കീടബാധയുള്ള, പഴുപ്പുള്ള, രോഗം നിറഞ്ഞ സൂര്യകാന്തി ചെടിക്ക് പറ്റുന്ന കുഴപ്പം ഇതാണ്. അപ്പോൾ സൂര്യനെ നോക്കുക എന്നുള്ളത് സ്വാഭാവിക പ്രവണതയാണെങ്കിലും ഈ കീടബാധ കൊണ്ട് അതിന് ശക്തിയിൽ ആരോഗ്യം ക്ഷയിച്ചു പോയി. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ കീടബാധയുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ, അനീതി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിലേക്ക് നോക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ ഹൃദയത്തിൽ പാപം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്നത് പോലെ ഞാനും എൻ്റെ നാഥനെ നോക്കി വാഴുന്നു എന്ന് പാടാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഹൃദയം പരിശുദ്ധമാക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയം നിർമ്മലമാണെങ്കിൽ മാത്രമാണ് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ലോകമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ എൻ്റെ നോട്ടം മുഴുവനും ലോകത്തിലേക്കായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ പണമാണ് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ നോട്ടം മുഴുവനും പണത്തിലേക്കാണ്. അധികാരം, പ്രശസ്തി, ഇതുപോലെ ലോകത്തിൻ്റേതായ കാര്യങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ നോട്ടം എപ്പോഴും അങ്ങോട്ടേക്കാകും. ഞാൻ ദൈവത്തിലേക്ക് നോക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിലും ദൈവം ഉണ്ടാകണം.
ഉള്ളിൽ ദൈവമില്ലാതെ വരുമ്പോൾ, ഉള്ളിൽ ലോകം നിറയുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് നോക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഉത്കണ്ഠ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുകയാണ്. ഇതിലൊരു മാറ്റം വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഉത്കണ്ഠപ്പെടേണ്ട എന്ന്. പത്രോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷേ ഉത്കണ്ഠകളെല്ലാം ഉത്കണ്ഠപ്പെടരുത് എന്നെല്ലാം പറഞ്ഞിട്ടും ഞാനും നിങ്ങളും ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഉത്കണ്ഠ നമ്മളെ തളർത്തുന്നു. പ്രത്യാശിക്കാൻ ജീവിതത്തിൽ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ആ സൂര്യകാന്തി ചെടിക്കുണ്ടായ പുഴുക്കുത്ത് പോലെ എൻ്റെ ഹൃദയത്തിൽ ഇനിയും മാറ്റിക്കളയേണ്ട പാപങ്ങളുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ദൈവം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറന്തള്ളേണ്ടത് എന്തെങ്കിലും പുറന്തള്ളാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? പലപ്പോഴും ദൈവാനുഗ്രഹം തടയുന്നത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ലോകമാണ്. നമുക്ക് ഈ രാത്രിയിൽ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ തടസ്സമായി നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ദൈവഹിതമല്ലാത്ത സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ, ദൈവഹിതമല്ലാത്ത മനോഭാവങ്ങൾ, അവയെല്ലാം എൻ്റെ ജീവിതത്തെ തകർത്ത് കളയും. എൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയും. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ടെൻഷൻ പിടിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് ആനന്ദിക്കാൻ കഴിയാത്തത്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുന്ന എല്ലാ പാപങ്ങളും ഓർത്ത് നമുക്ക് പരിതപിക്കാം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, നിൻ്റേതല്ലാത്തതെല്ലാം ഞാൻ മാറ്റിക്കളയുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ഹൃദയം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എൻ്റെ ഉത്കണ്ഠകളെല്ലാം നീക്കിക്കളയണമേ. എൻ്റെ ടെൻഷൻ്റെ കാരണങ്ങൾ എടുത്തു കളയണമേ. കർത്താവേ, നീ എന്നെ സ്വതന്ത്രമാക്കണമേ. ശാന്തത കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സൗഖ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആനന്ദിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തണമേ. രണ്ട് കരങ്ങളും വിടർത്തി ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹൃദയങ്ങളെ നവീകരിക്കണമേ. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അനുതാപത്തിന്റെ വരം നൽകണമേ. പാപങ്ങൾ എടുത്തു നിൽക്കണമേ. തിന്മയുടെ കെട്ടുകൾ അഴിച്ചു കളയണമേ. ഹൃദയ വിശുദ്ധി നൽകണമേ. ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപം എടുത്തു നിൽക്കണമേ. അനുതാപം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിച്ചം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ദൈവമേ വിശുദ്ധീകരിക്കണമേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ദൈവമേ വിശുദ്ധീകരിക്കണമേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ.
സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യെശയ്യാ 51:7-8 വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ നിന്ദനങ്ങളിൽ നീ ഭയപ്പെടേണ്ട, ശകാരങ്ങളിൽ സംഭ്രമിക്കേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലിനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്. എന്റെ രക്ഷ തലമുറകളോളം നിലനിൽക്കും. നിന്നെ ഭയപ്പെടുത്തുന്ന മനുഷ്യരുണ്ടാകാം. നിന്റെ ശത്രുക്കളുടെ വാക്കുകൾ, നിന്റെ ശത്രുക്കളുടെ നിലപാടുകൾ, നിന്നെ അംഗീകരിക്കാത്തവർ, നീ അവരെ ഭയപ്പെടണ്ട. നിന്നെ നിന്ദിക്കുന്നവരെ ഓർത്ത് നീ ഭയപ്പെടണ്ട. നിന്നെ ശകാരിക്കുന്നവരെ ഓർത്ത് പരിഭ്രമിക്കണ്ട. നിന്റെ ദൈവം, ശക്തനായ ദൈവം നിനക്ക് നൽകാൻ പോകുന്ന മോചനം നിത്യമാണ്. അവൻ നൽകുന്ന രക്ഷ തലമുറകളിലേക്ക് പകരപ്പെടുന്നതാണ്. നീ വിശ്വസിക്കുക. മനുഷ്യരോടുള്ള ഭയം വിട്ടുപോകട്ടെ. മനുഷ്യർ നിന്റെ ശത്രുക്കളല്ല. നിന്റെ ദൈവം നിനക്ക് വേണ്ടി പോരാടാൻ നിന്റെ കൂടെയുണ്ട്. ശക്തിയും ധീരയുമായി മാറുക, ശക്തനും ധീരനുമായി മാറുക. മനുഷ്യരോടുള്ള ഭയം വിട്ടുപോകട്ടെ. മനുഷ്യരോടുള്ള വെറുപ്പ് വിട്ടുപോകട്ടെ. മനുഷ്യരോടുള്ള അകൽച്ച വിട്ടുപോകട്ടെ. നമുക്ക് ശത്രുക്കളില്ല. കർത്താവിന്റെ തിരുമുമ്പിൽ ശത്രുക്കളായി കാണുന്ന മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. നമ്മളെ എതിർക്കുന്നവർക്ക് വേണ്ടി സ്തുതിക്കുക. നമ്മളെ വിമർശിക്കുന്നവരെ സ്തുതിക്കുക. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി എല്ലാവരെ അനുഗ്രഹിക്കുക. ശകാരിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിരന്തരം കുറ്റപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കുക. വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. അവരുടെ കെട്ടുകൾ വിട്ടു പോകട്ടെ. അവരുടെ പ്രവൃത്തികളുടെ ദൂഷ്യങ്ങൾ വിട്ടു പോകട്ടെ. ഹല്ലേലൂയ, 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 Hallelujah, 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 കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കുടുംബസ്വത്ത്, അർഹമായ കുടുംബസ്വത്ത് നൽകാതെ തട്ടിയെടുത്ത സഹോദരനോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കുക. കുടുംബസ്വത്ത് ഭാഗം വെച്ചതുമായി ബന്ധപ്പെട്ട് ഇനിയും മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവയെല്ലാം ഉപേക്ഷിക്കുക. നിന്റെ പിതാവായ ദൈവമാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള പിതാവ്. ആ പിതാവിന്റെ സ്വത്ത് നിനക്ക് കിട്ടിയാൽ, ആ പിതാവിന്റെ അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ, മനുഷ്യൻ നിഷേധിച്ചതെല്ലാം പരിഹരിക്കപ്പെടും. അത് കിട്ടണമെങ്കിൽ മനുഷ്യരുള്ള പരാതി നീ ഉപേക്ഷിക്കണം. മനുഷ്യരുള്ള വെറുപ്പ് നീ ഉപേക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ നിന്ന് നിനക്ക് അർഹമായത് നൽകാതെയാണോ നിന്നെ പറഞ്ഞു വിട്ടത്? നിന്റെ മാതാപിതാക്കൾ നിനക്ക് അർഹതമായത് തന്നിട്ടില്ലേ? വിഷമിക്കരുത്. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തരും. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് മതിയായവനാണ്. അവന്റെ അനുഗ്രഹം മതി. അതുകൊണ്ട് പരാതി വിട്ടുപോകട്ടെ, പരാതി വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ. അങ്ങനെയുള്ളവരെ കരങ്ങൾ ഉയർത്തുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ക്ഷമിക്കാൻ ശക്തി കൊടുക്കണമേ. കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നിനക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയവരുണ്ട്. നിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയവരുണ്ട്. നിന്നെ തെറ്റിദ്ധരിച്ചവരുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിന്നും
മുറിവും നൊമ്പരവുമായി നിൽക്കുന്നു. കർത്താവ് അത് കാണുന്നുണ്ട്. ഈ രാത്രിയിൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാണ്. മാപ്പ് കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക. നിന്റെ സൽപ്പേര് നശിപ്പിച്ചവരെ അനുഗ്രഹിക്കുക. രാത്രി അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞവരെ നീ അനുഗ്രഹിക്കുക, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ നിമിഷങ്ങളിൽ നിനക്ക് സൗഖ്യം കിട്ടും. നിനക്ക് നഷ്ടപ്പെട്ട ദൈവം വീണ്ടെടുത്തു തരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. നിനക്കെതിരെ സംസാരിച്ച എല്ലാ അതരങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവമില്ല. എനിക്കെതിരായി സംസാരിച്ച എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ, കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ, എന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ആറ് 7 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി, അവളുടെ സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ ഈ കുഞ്ഞിൻ്റെ പെരുമാറ്റ വൈകല്യം കൊണ്ട് മാറിപ്പോകുന്നു. ഈ രാത്രിയിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പുറത്ത് കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചൊറിഞ്ഞ് പൊട്ടുന്ന ആ ഒരു അസുഖം കുറേ നാളുകളായി അത് മാറാത്തത് കൊണ്ട് ബ്ലൗസ് ഇടാനും ഒക്കെ വിഷമിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും തല വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു സൗഖ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് ഈ നൈറ്റ് വിചലിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള പ്രത്യേകമായ ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് ഉയർത്താം. കർത്താവേ, ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് എൻ്റെ കണ്ണുനീരും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ആവശ്യങ്ങളും തമ്പുരാനെ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ ഈശോയെ, വിശ്വാസത്തോടുകൂടി നിൻ്റെ തിരുമുമ്പിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവ്, എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ, എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ, എൻ്റെ വേദനയിൽ നീ ഇറങ്ങി വരണമേ, എനിക്കൊരു ഉത്തരം നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ അവൻ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നുണ്ട്, അവൻ നിങ്ങളുടെ നിലവിളി കേൾക്കുന്നുണ്ട്. ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ, ഈശോയേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
മഹത്വം 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 ഇറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. സാന്നിധ്യം ഇറങ്ങട്ടെ. കൃപ ഒഴുകട്ടെ. ഓ ദൈവമേ, തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. ശക്തി വ്യാപിക്കട്ടെ. അനേക കുടുംബങ്ങൾ സാമ്പത്തിക തകർച്ചയുടെ വക്കീലാണ്. അനേക വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കടഭാരത്തിൻ്റെ മുമ്പിൽ നിസ്സഹായതയോടുകൂടി നിലവിളിക്കുന്ന കുടുംബങ്ങളുടെ നിലവിളി ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരുമിച്ച് ഉയർത്താം. സ്ഥലം വിൽക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് നടക്കാത്ത അവസ്ഥകൾ, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന അവസ്ഥകൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥകൾ. കർത്താവേ, കുടുംബത്തിൻ്റെ നിലവിളി അവിടുന്ന് കാണണമേ. മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വയ്യാതെ, പഠിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണണമേ. കർത്താവേ, ഇടിഞ്ഞു വീഴാറായ വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥകൾ കാണണമേ. ഭാവി എങ്ങനെയാകുമെന്നോർത്ത് ആകുലപ്പെടുന്നവരുടെ വേദന കാണണമേ. കടഭാരത്തിന്റെ ബന്ധനത്തിൽ നീ രാത്രിയിൽ നീ വിടുതൽ നൽകണമേ. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നീ വെളിപ്പെടുത്തി കൊടുക്കണമേ. പുതിയ വരുമാന മാർഗങ്ങൾ നീ വെളിപ്പെടുത്തി കൊടുക്കണം. സാമ്പത്തിക പ്രതിസന്ധി എടുത്തു നിൽക്കണമേ. കടഭാരങ്ങളിലൂടെ നിന്റെ മക്കളെ ഞെരുക്കുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുരക്തം കൊണ്ട് കുടുംബങ്ങൾ കഴുകപ്പെടട്ടെ. ശാപങ്ങൾ വിട്ടുപോകട്ടെ. കാൽവരി കുരിശിൽ നീ ചൊരിഞ്ഞ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങൾ ഇപ്പോൾ കഴുകപ്പെടട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. നിരന്തരമായി കലഹങ്ങൾ ഇല്ലാതാകട്ടെ. ദാമ്പത്യ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ പുരോഗതി തടയുന്ന ഘടകങ്ങൾ വിട്ടുപോകട്ടെ. ഒരു പുതുക്കം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഒരു പുതിയ ജീവിതം ഞങ്ങൾക്കുണ്ടാകട്ടെ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 കർത്താവേ, ഈ രാത്രിയിൽ അനേകർ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നും കർത്താവേ, ആ ചിന്തകൾ എപ്പോൾ എടുത്തു നിൽക്കണമേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അവരെ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. കർത്താവേ, ആത്മഹത്യാ ചിന്തകളിലൂടെ ഈ രാത്രിയിൽ ചെലവഴിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ. അവരെ നാശത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ അരൂപികൾ നിർവീര്യമാകട്ടെ. അവർക്ക് ഇനിയും ഒരു ജീവിതമുണ്ടെന്ന് പറയണമേ. അവർക്ക് ഇനിയും ഭാവി ഉണ്ടെന്ന് പറയണമേ. നീ സർവശക്തനാണെന്ന് അവരോട് പറയണമേ. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. നിനക്ക് കർത്താവെ തുറക്കാൻ കഴിയാത്ത വാതിലുകളില്ല. കർത്താവെ, നീ സർവശക്തനായ യഹോവയാണ്. നീ എൽ ശദ്ദായിയാണ്. അവരോട് പറയണമേ. തകർന്നു പോയി അവരുടെ ജീവിതത്തോട് പറയണമേ. തളർന്നിരിക്കുന്ന മനസ്സിനോട് പറയണമേ. നമുക്ക് ലോകമെങ്ങും ടിവിയുടെ മുമ്പിലിരുന്ന് നിരാശയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഒരു നിമിഷം നമുക്ക് ഞങ്ങളുടെ വലതുകരം ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാപേക്ഷകൾ നിക്ഷേപിക്കുന്ന പെട്ടിയുടെ നേരെ നീട്ടിപ്പിടിക്കുക. അനേകർ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പെട്ടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കർത്താവെ, ആ മക്കളെ പ്രത്യേകമായ വിധത്തിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ മനസ്സിലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടുകൂടി അവർ എഴുതിയിട്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാപേക്ഷകളുടെ മേൽ ഈ രാത്രിയിൽ നിന്റെ ദയാദൃഷ്ടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവർക്ക് വേണ്ടി നിന്റെ കൃപയുടെ കരങ്ങൾ നീട്ടണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. അവരുടെ വേദനകൾ എടുത്തു നിൽക്കണമേ. അവരുടെ പ്രതിബന്ധങ്ങൾ എടുത്തു നിൽക്കണമേ. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അവരെ നീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവർക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നമുക്കിരിക്കാം. 1945 മുതൽ 1959 വരെ നെതർലാൻഡ്സിലുള്ള ആംസ്റ്റർഡാമിൽ വെച്ച് ഐഡ പെർഡമാൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ടിരുന്നു. സകല ജനപദങ്ങളുടെയും നാഥ എന്ന പേരിലാണ് മാതാവ് പ്രതിഷ്ഠപ്പെട്ടത്. മാതാവ് ഐഡയ്ക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. ക്രിസ്തുനാഥ, നിത്യപിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥ നമ്മുടെ അഭിഭാഷികയായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നേരിട്ടും അല്ലാതെയുമുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ലോകം മുഴുവനും ദുരന്തങ്ങളാണ്. എവിടെ നോക്കിയാലും ദുരന്തങ്ങളാണ്. ധാർമ്മികമായ അധപ്പതനം വ്യാപിച്ചിരിക്കുകയാണ്. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മാനുഷികമായി പറഞ്ഞാൽ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ലോകം ജീർണതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം നശിക്കാതിരിക്കാനുള്ള ഏക വഴി, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ലോകത്തിൽ ഇനിയും സമാധാനമുണ്ടാകുകയുള്ളൂ എന്ന് സകല ജനപദങ്ങളുടെയും നാഥ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന നമ്മൾ ഗാനരൂപത്തിൽ ചൊല്ലാൻ പോവുകയാണ്. താതൻ്റെ ഏകകുമാര എന്നുള്ള പാട്ട് ഇത് നമുക്ക് ഒരു പ്രാർത്ഥനയാക്കി നമുക്ക് ചൊല്ലാം. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ അവിടെ ജീർണത ഇല്ലാതാകും, അവിടെ സമാധാനം ഉണ്ടാകും, കലഹങ്ങൾ വിട്ടുപോകും. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ വിട്ടുപോകാനുള്ള വഴി കുടുംബാംഗങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ധാർമ്മികമായ അധപ്പതനം ഇല്ലാതാകാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വഴിതെറ്റലുകൾ മാറിപ്പോകാനുള്ള കുറുക്ക് വഴി അവരിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും കലഹങ്ങളിൽ സഭയിൽ മുഴുവനും നമുക്കറിയാം ഒത്തിരി സംഘർഷങ്ങളും കലഹങ്ങളും സഭയിൽ പോലും, കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലെല്ലാം സമാധാനമില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം. പരിശുദ്ധാത്മാവിൻ്റെ കുറവിൻ്റെ പരിണിതഫലമാണ് നിരന്തരമായ സംഘർഷങ്ങളും കലഹങ്ങളും. ഇനി നമ്മൾ തന്നെ എപ്പോഴും കലഹിക്കുന്ന സ്വഭാവമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നിടത്തും വീട്ടിലും സംഘർഷമാണെങ്കിൽ അതൊരടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ കുറവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നില്ല. അതുകൊണ്ട് സമാധാനമുള്ള ഒരു ലോകത്തിന് വേണ്ടി സഭാ സമൂഹങ്ങളിൽ സമാധാനമുണ്ടാകാൻ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ, ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതുകൊണ്ട് ഈ രാത്രിയിൽ വ്യക്തികളെന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ ഒരാവാസം ഈ രാത്രിയിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കണം. ലോകം മുഴുവനിലേക്കും ദൈവാത്മാവിനെ അയക്കാൻ സ്വർഗ്ഗപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു.
അപ്പം നമ്മൾ ഈ പാട്ട് എഴുന്നേറ്റ് നിന്ന് നമ്മൾ പാടുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്. താതന്റെ ഏകകുമാരാ രക്ഷകനാമീശോനാഥാ അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ രക്ഷകനാമീശോനാഥാ അയക്കൂ നിൻ ആത്മാവിനെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥനാപൂർവം താതന്റെ ഏകകുമാരാ രക്ഷകനാമീശോനാഥാ അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ശാന്തി കൊണ്ട് നിറയ്ക്കണമേ, കൃപ ചൊരിയണമേ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആനന്ദം. ഹൃദയം വിഷാദമുഖമാണോ? സന്തോഷിക്കാൻ കഴിയുന്നില്ലേ? എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ആനന്ദമുള്ള വ്യക്തിയായിട്ട് മാറും. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആന്തരികമായ സ്വസ്ഥതയുണ്ടാകും. ആരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നീ നിറയുമ്പോൾ മാനുഷികമായി നിനക്ക് സ്നേഹിക്കാൻ വിഷമമുള്ള വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ മാത്രം അങ്ങയുടെ സ്നേഹം എനിക്ക് തരണമേ. എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ. എൻ്റെ അധികാരികളെ സ്നേഹിക്കാൻ ആവശ്യമായ സ്നേഹം എനിക്ക് തരണമേ. അരൂപി കടന്നു വരട്ടെ. അരൂപിയുടെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഇന്ന് വരെയും സ്നേഹിക്കാൻ വിഷമിച്ചിരുന്ന വ്യക്തികൾ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അവരുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത സത്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ദയയുള്ള മനുഷ്യരായി മാറും. ക്രൂര സ്വഭാവങ്ങൾ മാറും. മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, സംഭാഷണ രീതി എല്ലാം വിട്ടുമാറും. ദയ കൊണ്ട് നിറയും. മറ്റുള്ളവരുടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നന്മ കൊണ്ട് നിറയ്ക്കും. ഉള്ളിൽ നന്മ നിറയുമ്പോൾ നന്മ കാണാൻ സാധിക്കും. എപ്പോഴും എവിടെയും തിന്മ കാണുന്നതിൻ്റെ പരിഹാരം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. എപ്പോഴും കുറ്റം പറയുന്ന സ്വഭാവം പരിഹരിക്കാനുള്ള വഴി പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ നന്മ കൊണ്ട് ഹൃദയം നിറയുമ്പോൾ നന്മ കാണാൻ, നന്മ അംഗീകരിക്കാൻ, നന്മയെ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് കിട്ടും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ആത്മനിയന്ത്രണമുണ്ടാകും, ആത്മനിയന്ത്രണമുണ്ടാകും, സൗമ്യത ഉണ്ടാകും, വിശ്വസ്തത ഉണ്ടാകും. ദാഹത്തോടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ശൂന്യതയിലേക്ക് വരണമേ, എൻ്റെ ബലഹീനതകളിലേക്ക് വരണമേ. ദൈവാത്മാവേ, എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ, ദയ കൊണ്ട് നിറയ്ക്കണമേ, നന്മ കൊണ്ട് നിറയ്ക്കണമേ, സൗമ്യത കൊണ്ട് നിറയ്ക്കണമേ, വിശ്വസ്തത കൊണ്ട് നിറയ്ക്കണമേ, ആത്മധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ ആഗ്രഹിച്ച്, അവരെല്ലാം സ്നേഹം നിറയാൻ ആഗ്രഹിച്ച് വീണ്ടും ആ വരികൾ പാടാം. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഇപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എടുത്തു നിൽക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇപ്പോൾ രോഗബാധിതമായ എൻ്റെ ശരീരാവയവങ്ങളിലേക്ക്, സെല്ലുകളിലേക്ക് അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുക. കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവ് സുഖപ്പെടുത്തുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ശരീരത്തിൽ നിന്റെ സൗഖ്യദായകമായ കരങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചെറിയ ശബ്ദത്തിൽ. കർത്താവിൻ്റെ സൗഖ്യദായകമായ സ്നേഹം ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. രോഗത്തിൻ്റെ വേദനകൾ എടുത്തു കളയട്ടെ. സന്ധി വേദനകൾ നീങ്ങിപ്പോകട്ടെ. തളർച്ച എടുത്തു കളയട്ടെ. ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ തകരാറുകൾ നീങ്ങിപ്പോകട്ടെ. തലവേദനകൾ നീങ്ങിപ്പോകട്ടെ. ഉണർവില്ലാത്ത അവസ്ഥ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ. യേശുവിന്റെ കൃപ ഒഴുകട്ടെ. യേശുവിന്റെ സ്നേഹം ഒഴുകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. രോഗം വിട്ടുപോകട്ടെ. കർത്താവേ, മക്കളുടെ രോഗത്തിന്റെ വേദനകൾ എടുത്തു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുരക്തം കൊണ്ട് നിന്റെ മക്കളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, 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 യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗത്തിന്റെ നൊമ്പരങ്ങൾ ഇല്ലാതാകട്ടെ. തളർന്ന കസ്തികൾ ബലം പ്രാപിക്കട്ടെ. ജോയിന്റ്
കാലുകൾ സുഖം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, തലവേദന വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, ഉണർവ് വ്യാപിക്കട്ടെ. വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുറിവുകൾ കരിയട്ടെ, ആരാധന, വ്രണങ്ങൾ ആരാധന. കരിയട്ടെ, അലർജി രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ആരാധന, 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 നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. വിശ്വാസത്തോടെ നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദാഹത്തോടെ സൗഖ്യം നൽകണമേ, 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 സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സൗഖ്യം നൽകണമേ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 2:25 അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ സ്തോത്രം, ഹാളിലുള്ള സ്തോത്രം. എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ടെലിവിഷന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളിലേക്കും വ്യാപിക്കട്ടെ. ആമേൻ. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശുവിന്റെ ക്ഷതങ്ങളുടെ യോഗ്യതയാൽ അവന്റെ അടിപ്പിണരുകളാൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ, 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 ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ, ആരാധന, സുഖപ്പെടുത്തണമേ, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. തളർന്നു കിടക്കുന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ, നട്ടെല്ലുകൾ ബലം പ്രാപിക്കട്ടെ. ഓ, സന്ധിവേദന വിട്ടു പോകട്ടെ, ശക്തി വ്യാപിക്കട്ടെ, ദൈവശക്തി, ദൈവശക്തി വ്യാപിക്കട്ടെ, ദൈവശക്തി വ്യാപിക്കട്ടെ, ദൈവശക്തി വ്യാപിക്കട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മുറിവിന സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവേ